അല്ല, വെള്ളാപ്പള്ളി നടേശൻ സ്വാഭാവികമായിട്ടും കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കണമല്ലോ എന്നാണ് ഞാൻ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിലെ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ 2 വരെ ഉള്ളൂ, സതീശനും കെ സി വേണുഗോപാലും. അവർ തമ്മിലാണ്, അവരുടെ പേരുകളാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അതിലിപ്പോൾ കെ സിയെ പിന്തുണയ്ക്കാൻ വെള്ളാപ്പള്ളി സ്വാഭാവികമായി വരും. കാരണം എന്താണ്, വെള്ളാപ്പള്ളി നടേശൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ലാക്കാക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു നിലയ്ക്കും ഒരാളും പറയാൻ പറ്റാത്ത തരത്തിലുള്ള തീവ്ര വംശീയത, വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തെറ്റാണ് എന്ന സന്ദേശത്തിൽ വർത്തമാനം പറഞ്ഞ കോൺഗ്രസിൽ ഏറ്റവും സ്ഫുടമായി വർത്തമാനം പറഞ്ഞ ആളാരാണ്? വി ഡി സതീശനാണ്. നമ്മുടെ കാറിൽ വിദ്വേഷം പറയുന്ന ആൾക്കാരെ കയറ്റാൻ പാടില്ല എന്ന് വേദിയിൽ പ്രസംഗിച്ച ആരാണ്? 4 വോട്ടിന് വേണ്ടി നമ്മൾ കേരളത്തിന്റെ മതനിരപേക്ഷതയെ ഒറ്റുകൊടുക്കരുത് എന്ന് പറഞ്ഞ ആളാണ് സതീശനാണ്. കെ സി വേണുഗോപാലിനോട് ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എം വി ഗോവിന്ദനും പിണറായി വിജയനും എല്ലാവരും വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്തപ്പോൾ വിദ്വേഷം പ്രസംഗിക്കുന്ന ആളുകളെ നമ്മുടെ കാറിൽ കയറ്റരുത്, നമ്മുടെ കേരളത്തിന്റെ മതനിരപേക്ഷതയെ ഒറ്റുകൊടുക്കരുതെന്ന് പറഞ്ഞ ഒരു പ്രോമിനന്റ് ലീഡർ ആരാണ്? സതീശൻ മാത്രമാണ്. അതും കാന്തപുരത്തിന്റെ പേര്. യെസ്. അപ്പൊ സതീശനെ സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളി നടേശൻ എതിർക്കും. വെള്ളാപ്പള്ളി എന്തിന് കെ സി എതിർക്കണം? എപ്പോഴെങ്കിലും കെ സി പറഞ്ഞിട്ടുണ്ടോ വെള്ളാപ്പള്ളി പറഞ്ഞ വർഗീയത കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ പിന്തുണയ്ക്കാൻ എന്താ പാട്? കെ സി വേണുഗോപാൽ പിന്നണിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മാത്രമല്ല, ഒരുപാട് പേര് പറയുന്നു. അപ്പൊ കെ സി വേണുഗോപാൽ ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഫണ്ട് കൊണ്ട് കൊടുത്തു എന്നാണ്. അതെന്താ ഒരു വലിയ കാര്യമാണോ? ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നേതാവിന്റെ ഉത്തരവാദിത്തമാണ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ എല്ലാം ഫണ്ട് എത്തിക്കുക എന്നുള്ളത്. അതെന്താ ഒരു പ്രത്യേകമായ ഒരു ജോലിയാണോ? കേരളത്തിൽ മാത്രം ചെയ്തെന്നാണോ? അസമിലും പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും എല്ലാം ആ സംഘടനയ്ക്ക് പ്രവർത്തിക്കാനും സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാനുള്ള ഫണ്ട് എത്തിക്കാനുള്ള ചുമതലയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പേരിൽ കെ സി വേണുഗോപാൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിൽ മാത്രമായി സവിശേഷമായി എന്തോ ചെയ്തു എന്ന് പറഞ്ഞാൽ യുക്തി എന്താണ്? ഇവിടെ കെ സി വേണുഗോപാലിനെയാണോ സി പി എമ്മാർ വേട്ടയാടിയത്? നുണേശൻ എന്ന് വിളിച്ച് സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകളല്ല, ഒഫീഷ്യലി സി പി എമ്മിന്റെ സൈബർ മെക്കാനിസം 4 തവണ പേജുണ്ടാക്കി വേട്ടയാടിയത് ആരെയാണ്? കെ സി വേണുഗോപാലിനെയാണോ? അല്ലല്ലോ. പുനർജനി പദ്ധതി എന്ന് പറഞ്ഞ് പഴയ ഏതോ കേസ് എടുത്തുകൊണ്ട് വന്ന് അദ്ദേഹത്തെ വിജിലൻസ് കേസിൽ കുരുക്കാൻ ആലോചിച്ചത് കെ സി വേണുഗോപാലിനെയാണോ? അല്ലല്ലോ, സതീശനെയാണല്ലോ. സതീശനല്ലേ മുന്നിൽ നിന്ന് നേരിട്ടത്? സതീശനെയല്ലേ അവർ ആക്രമിച്ചത്? കെ സി വേണുഗോപാലിനെയാണോ? ഇലക്ഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ ഏതൊക്കെയോ സംഗതികളായിട്ട് വരികയാണ്. എന്താ, ദേശീയ തലത്തിൽ മുഖ്യമന്ത്രിമാരെ ഏകോപിപ്പിക്കാൻ കഴിയുന്നത് കെ സിക്കാണ്. കെ സിയാണ് ഫണ്ട് കൊണ്ടുവന്നത്. ഫണ്ട് കൊണ്ടുവരാൻ കെ സി മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. കെ സി ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഫണ്ട്. അതിന് അദ്ദേഹത്തെ ദേശീയ തലത്തിൽ ജനറൽ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കാരണമൊക്കെ പറഞ്ഞിട്ട് ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വെള്ളാപ്പള്ളി കൂടെ വന്ന് കൂടിയിരിക്കുന്നു. വെള്ളാപ്പള്ളി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ചോയ്സ് സതീശനല്ലാത്ത ഒരാൾ തന്നെയാണ്. അത് നമുക്ക് ഇതിൽ നിന്ന് കാണാവുന്ന